ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു തനിജയെ പറ്റി. അപ്പോൾ അതിൻ്റെ കീഴിൽ വന്ന കുറച്ച് കമൻറ്റുകളാണ് ഞാനതിവിടെ വെക്കാം. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയും വരെ അത് കഴിഞ്ഞിട്ട് ഈ കമൻറ്റ് കഴിഞ്ഞിട്ട് ആ, ആ, ഒരു ലൈവും മറ്റുമൊക്കെ തനിജ വന്നിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് ഒന്ന് പോകാം, അല്ലെങ്കിൽ ഈ കമൻറ്റിനൊരു മറുപടി കൊടുത്തിട്ട് നമ്മളവരെ ഉപദ്രവിക്കരുത് എന്നാണ് പറയുന്നത്. ഈ തനുജയുടെ ഇഷ്യൂവിൽ ഈ പറയുമാതിരി അതുൽ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ അവളുടെ അമ്മയും വളരെ മോശമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം അവരുടെ ഉപയോഗമെല്ലാം കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ ആവശ്യകരണം ഇട്ടുകൊടുത്തു. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വരെ ഈ തനിജയാണ് നമ്മളെ എടുത്തു വെച്ച് സംസാരിച്ചത്. ഞാൻ ആ ഇഷ്യൂ അന്ന് ഇവർ കറക്റ്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി പോയതാണ്. അതിനുശേഷം കണ്ട ലൈവിലെല്ലാം ഇവർ കയറി ഇരുന്നിട്ട് എൻ്റെ പേര്, ഇപ്പം ഒരു അതുലിൻ്റെ പേര്, വിവിയുടെ പേര്, ഈ അതുലും വിവിയൊന്നും പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും വന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. ഇവർ ഉപ്പിന് പീരയിടുമാതിരി ഇവരൊരു വിക്ടിം കാർഡ് ഇറക്കാൻ വേണ്ടി ഞങ്ങളെ എടുത്തിട്ടിട്ട് ഞങ്ങൾ ജിനു ഗോപിയായിട്ടൊക്കെ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന് വരെ ആ വ്യക്തിയോട് സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും എവിഡൻസ് ഉള്ളവർക്കോ വെക്കാം. ഞാൻ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. പിന്നെ താത്തയായിട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് സംസാരിച്ചു. ആ സമയം തന്നെ താത്ത എന്നോട് പറഞ്ഞിരുന്നു ഇവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലാണ് പോകുന്നത്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ പറയുമാതിരി കോണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഈ പറയുമാതിരി ജിനു എന്ന് പറയുന്ന ആളും വീണ എന്ന് പറയുന്ന ആളൊന്നും ഇതൊന്നും അറിയുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ. അപ്പോൾ ഇവരുടെ ഇടയിൽ ഈ പറയുമാതിരി സുനിത എന്ന് പറയുന്ന ഒരു വ്യക്തി നിന്നിട്ട് ഇവരെ പരിഹരിച്ചു, കോംപ്രമൈസ് ചെയ്തു. പിന്നെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന തന്നെ ഇപ്പം തന്നെ താത്ത തനുജയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ കാണുന്ന കണക്കൊന്നുമല്ല സത്യം, അതാദ്യം മനസ്സിലാക്കുക. അതിനുശേഷം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയ്ക്ക് ശേഷം ഇവരുടെ കടയോ അമ്മയുടെ കടയോ മറ്റോ, അവരുടെ ഓപ്പറേഷനാണ്. അപ്പോൾ അമ്മയുടെ കടയോ മറ്റോ ഒക്കെ ആരോ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജിനു എന്ന് പറയുന്ന ആളെ ഒരുപാട് പ്രാകുന്നുണ്ട്. ഞാൻ ജിനൂസ് ഇടയ്ക്ക് കയറി വരും, ക്ഷമിക്കുക. അപ്പം ജിനു എന്ന് പറയുന്ന ആളെ ഒരുപാട് പ്രാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കേസിലിരിക്കുന്ന പൈസ ഇപ്പം കൊടുത്തിരുന്നെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തനിജോറ് പറയാനുള്ളത്, നിങ്ങൾ ആ വ്യക്തിയെ ഇതേ കണക്ക് എന്താ പറയുന്നത് വെച്ച് കാശുണ്ടാക്കാൻ വേണ്ടി എന്ത് നെറുകേടും വിളിച്ചു പറയരുത്. ഇപ്പം അയാൾ പൈസ തരമുണ്ടെങ്കിൽ അത് അയാൾ ലീഗലി തരമുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ആ പൈസ കൊണ്ട് തന്ന അയാൾ പിന്നെ നിങ്ങൾ കേസ് പറയുമ്പോൾ അയാൾ വീണ്ടും തരേണ്ടി വരത്തില്ലേ? അപ്പം അയാളുടെ ഭാഗത്ത് നിന്ന് ഈ അന്തങ്ങൾ ആരും ചിന്തിക്കില്ല, മനസ്സിലായില്ലേ? ഇവർ എത്ര കൊടുത്തിട്ട് അയാൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഒന്നും കണക്ക് ഇവർ പറയുന്നില്ല. എന്തായാലും അവർ ഒരുമിച്ച് താമസിച്ചിരുന്നതാണ്. എന്നും ഇയാളെ പറയുന്ന പ്രാഗുവാണ്, വായി വരുന്ന എല്ലാം വിളിച്ച് പറയുകയാണ്. ഇത് വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്ന അവരാണ്. പിന്നെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളെന്ന് പറയുന്നത്, ഇവർ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് ഈ മനുഷ്യൻ്റെ അഭിഹിതമുണ്ട്, അതാ മാടയെ പോടെ, അത് അയാൾ എങ്ങനെ ആയിക്കോട്ടെ, ഇവരുടെ അടുത്തുനിന്ന് പോയാൽ 2 പേര് തമ്മിൽ മ്യൂച്വലായിട്ട് ഇഷ്ടമല്ലെങ്കിൽ ഡിവോഴ്സ് തന്നെ ചെയ്യണം. അതാണ് മാന്യമായിട്ടുള്ള പരിപാടി. അത് ഞാൻ ഒരു കാര്യത്തിലും എതിർക്കത്തില്ല. അപ്പോൾ അവർക്ക് വേറെ ആളോട് പോയി ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ പോയി ജീവിക്കട്ടെ. അയാളെ ഇങ്ങനെ കിടന്ന് വേട്ടയാടി അതുകൊണ്ട് അത് കോണ്ടന്റ് ഉണ്ടാക്കി. ഇന്നലെ കൂടി ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇന്നലെ കൂടി ഇവരുടെ കോണ്ടന്റ് ഇത് മാത്രമായിരുന്നു. ജിനു നീ നരകിച്ച് പോടാ, പ്രാവി പോടാ. അയാളൊരു മനുഷ്യനല്ലേ, അയാളൊരു ദൈവവിശ്വാസിയാണ്. എന്നെ സംബന്ധിച്ച് ഇതൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല, കാര്യം ഞാൻ വിശ്വാസിയല്ല. പക്ഷെ അയാളൊരു മനുഷ്യനാണ്. അയാളെ ഇങ്ങനെ അങ്ങ് ഉപദ്രവിച്ച് ഇറിറ്റേറ്റ് ചെയ്ത് ഇവിടെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഇവർക്ക് ആ മനുഷ്യനോട് ഒരു തരത്തിലുള്ള സ്നേഹമില്ലായിരുന്നു എന്നുള്ള കാര്യം വെളിപ്പെട്ട് വരുവാണ്. ഇവിടെ കോമൺ സെൻസ് ഇല്ലാതെ കുറേ അന്തങ്ങൾ ഇപ്പോഴും കിടന്ന് ന്യായീകരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ദിവസം ഒരു നേരത്തെ അന്നം പോട്ടെ, ഇപ്പം മുംതാസിൻ്റെയൊക്കെ കാര്യത്തിൽ വന്ന കേസ് പോലെ പോട്ടെ, അന്നം പോട്ടെ, ഒരു ദിവസം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെ പ്രാകാൻ കഴിയുമോ? നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, മനസ്സിലായില്ലേ? അപ്പം ഇതിന് ഒരിക്കലും സ്നേഹമൊന്നോ അല്ലെങ്കിൽ അയാളെ വേണ്ടുന്നേണ്ട ഇത് ചെയ്യുന്നതെന്നോ, കോണ്ടന്റ് പൈസ ഉണ്ടാക്കാനുള്ളൊരു വഴി. അതാണ് ഈ തനുജ എന്ന് പറയുന്ന ആൾക്ക് ജിനു. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഡെയിലി വന്നിരുന്ന് ചെയ്യും. അവരവിടെ ഒതുങ്ങിപ്പോയാണ്, അവർ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലായിരുന്നു. ഡെയിലി ഇത് തന്നെ കണ്ടന്റാക്കി അവർ അവസാനം സോഷ്യൽ മീഡിയയിൽ വന്ന് പല കാര്യങ്ങളും പറഞ്ഞു. അയാളുടെ വായിരിക്കുന്നവരെ വിളിച്ചു പറഞ്ഞു. അയാൾ അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല.
പക്ഷെ അയാളെ കൊണ്ട് ജീവിക്കാവുന്നതിൻ്റെ അപ്പുറം ഇവർക്കുണ്ടാക്കാവുന്ന, ഇവർക്കിപ്പം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പൈസ കൂടുതൽ ഈ പറയുന്ന എന്താ പറയുക ചാനൽ വഴി ഇയാളെ കൊണ്ടുണ്ടാക്കുന്നതിൻ്റെ മാക്സിമം അവരുണ്ടാക്കി കഴിഞ്ഞു. ലക്ഷങ്ങൾ വ്യൂസ് കിട്ടിയവരെ വീഡിയോസ് വരെ അവർക്കുണ്ട്. നിങ്ങൾ ജസ്റ്റ് പരിശോധിച്ച് നോക്കിയത്, ഞാൻ ഇതാക്കിയത് പറയുന്നില്ല. പിന്നെ ഇവരുടെ പറയുന്ന ഇവർക്ക് 9,000 ഒക്കെയാണ് വരുമാനം. ഈ പറയുന്ന 10,000 സബ്ബുള്ള എനിക്കിത് ഈ കൂടുതൽ വരുമാനം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. അന്തങ്ങളോട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് അവർ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കട ആരാണ് തല്ലിപ്പൊളിച്ചത് എന്താണെന്ന് അറിയാതെ ഇയാളെ അങ്ങോട്ട് പ്രാഗുകയാണ്. അങ്ങനെ ഇയാളങ്ങ് നശിച്ചു പോകണം, അയാൾ ആ പൈസ കൊടുക്കണം. നിങ്ങൾ ലീഗലായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോയിട്ട് ഇവർ പൈസ കൊടുത്തിട്ട് നാളെ ലീഗൽ വശത്തൊന്നും ഇതേ പണം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കൊടുക്കും? ഈ വന്ന് മെസ്സേജ് ചെയ്യുന്ന അന്തങ്ങൾ കൊടുക്കുമോ? ഇല്ല. ഒരു ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം വേണ്ട തന്നെ. ഞാൻ സീരിയസ് ആയിട്ട് ഒരു ഉളുപ്പെന്ന് പറയുന്ന സാധനം വേണ്ടേ? ഇത് നിങ്ങൾ അയാളെ വെച്ചങ്ങ് ജീവിക്കുവാണ്. നിങ്ങളുടെ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ നിങ്ങളിങ്ങനെ പ്രാകുമ്പോൾ ആ കുട്ടിയോട് നിങ്ങൾക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ആണുള്ളത്? നാളെ നിങ്ങൾ പറയുന്ന DNA എടുത്ത് തെളിയിക്കുമെങ്കിൽ ആ കുട്ടി അയാൾക്ക് വേണമെന്ന് പറയുന്നു. അപ്പം അപ്പോഴുപോലും ആ കുട്ടി ജീവിക്കണമെന്നല്ല വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് നാളെ അയാളെ ഇഷ്ടപ്പെട്ട് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു അച്ഛൻ എന്നുള്ള പദവി കൊടുക്കണമെന്നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അയാളങ്ങ് നശിച്ചു പോകണം. അയാൾ നശിച്ചു പോയാലും എനിക്ക് പൈസ വേണം. പിന്നെ മുംതാസിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. മുംതാസ് ഈ പരമാതിരി കൊടുത്ത പൈസയും തിന്ന ആഹാരത്തെയൊക്കെ വിളിച്ചു വന്നത്. ആക്ച്വലി മുംതാസ് അല്ലാതെ വിളിച്ചു വന്നത്. ഞാൻ വ്യക്തമായിട്ട് കണ്ടേ 2 ആഴ്ച മുമ്പുള്ളവരുടെ ലൈവിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. മുംതാസ് ഈ ചാനലുണ്ടാക്കിയിട്ട് 2 ആഴ്ച ആവുന്നുള്ളൂ. അതിന് മുമ്പുള്ള ലൈവിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഒരു ചിക്കൻ കാലിൻ്റെ കണക്ക് വരെ ഇവർ വാങ്ങിച്ചു കൊടുത്ത ഒരു ചിക്കൻ കാലിൻ്റെ കണക്ക് വരെ വിളിച്ചു പറഞ്ഞു. അവരെ കൊണ്ടാണ് പറയിപ്പിച്ചത്. ഇത് 2 കൂട്ടരും ചെയ്യുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ തിന്നതും കണ്ടതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് ആരാണ്? ഇതാരാണ് വിളിച്ചു പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നു, അതുലിനെ പോലെ അയാൾ ഒരാളുടെയും പണം വാങ്ങി വരുന്ന ചെയ്യുന്ന ആളല്ല. അപ്പോൾ ആളെ ഇവരൊക്കെ വേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ട് ലാസ്റ്റിൽ സമൂഹത്തിന് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. താത്തയായിട്ട് ഇന്ന് വരെ താത്തയായിട്ട് അവന് അന്ന് അവരെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇവർ അന്തങ്ങൾ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇപ്പോൾ നടക്കുന്ന എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന പല കാര്യങ്ങളും ഞാൻ ഇവരുടെ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നത്. കാര്യം ചിലരൊക്കെ അയച്ചു തരും. ഇതിനകത്ത് ഗ്രൂപ്പിലുള്ളവർ തന്നെ ഇവരെ ഇഷ്ടമില്ലാത്തവരൊക്കെ. അതിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇന്ന കമൻറ്റ് പോയി ഇടണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനിത് തുടർന്നൊന്നും പോകുന്നില്ല. പക്ഷേ ഇവർ എന്താ പറയുന്നത്, ഇവരുടെ ലൈഫ് വ്ളോഗ് ചെയ്യുന്നിടത്തോളം കാലം നമുക്കിതിനെപ്പറ്റി സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതൊന്നും ചോദിക്കാനുള്ള ഒരു റൈറ്റ്സും ഈ അന്തങ്ങൾക്കില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പം അതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പറയുന്ന ഈ വോയിസ് ടെക്നിക്കലായിട്ട് ഉണ്ടാക്കിയെടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരൊറ്റ ചോദ്യം, ഇവർ ലീഗലായിട്ട് ഇതിപ്പം ഇവർ മാത്രമല്ലല്ലോ, ഈ തെറുത്താത്ത ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തെറുത്താത്ത അന്ന് ഇവർ പോയ കാര്യം നുണയാണെങ്കിൽ എന്തുകൊണ്ട് ലീഗലായിട്ടുള്ള പേപ്പർ ഇപ്പോഴും നിങ്ങളെ കാണിക്കുന്നില്ല? അങ്ങനെ ഒരു ലീഗൽ വശമുണ്ടോ? അങ്ങനെ ഒരു ഒന്നുമില്ല. അവരെ അഡ്ജസ്റ്റ് ചെയ്ത് അത് മാറ്റി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ A to Z കാര്യങ്ങളും ശരിയാണെന്ന് അവർക്ക് തന്നെ അറിയാം. മനസ്സിലായില്ലേ? അവർ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഈ പറയുന്ന ആള് സമൂഹത്തെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളല്ല. അവർ കൗൺസിലറാണ്. എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? എന്തേ ലീഗൽ വശം? പോയിട്ട് അപ്പം അമ്മയുടെ ഇതാണ് അതുകൊണ്ട് പോയിട്ട് വന്നിട്ട് പറയാന്നൊക്കെ പറയുന്നത്. പക്ഷെ അയാളെ പ്രാകാനും അയാളെ കോണ്ടന്റ് ആക്കാനും ഈ ജിനു എന്ന് പറയുന്ന ആളെ കോണ്ടന്റ് ആക്കാനും ഇതിനൊന്നും ഒരു സമയക്കുറവില്ലല്ലോ. ഇന്നലെയും വന്നിരുന്ന ലൈവ് ഇട്ട് അങ്ങേരെ അങ്ങോട്ട് കണ്ടന്റ് ആക്കുക, അങ്ങേരെ കൊണ്ട് അങ്ങോട്ട് ജീവിക്കുക. ലേശ ഉളുപ്പ് യഥാർത്ഥമായിട്ട് തനിച്ചയ്ക്ക് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കുഞ്ഞിൻ്റെ ഭാവിയെ പറ്റി പറയുന്നത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ള കോണ്ടന്റിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ ഭാവിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. ഇവരിപ്പോൾ ലീഗലായിട്ട് തെളിയിച്ചാലും അവരാദ്യം തെളിയിക്കേണ്ടത് DNA അല്ല. ആക്ച്വലി DNA അല്ല തെളിയിക്കേണ്ടത്, ഈ കാര്യങ്ങളിലെ യാഥാർത്ഥ്യതയാണ്. കാര്യം ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ അഭിസംബോധന ചെയ്ത് ആക്ഷേപങ്ങൾ മറ്റൊരാൾക്കെതിരെ പറയുമ്പോൾ അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ അവർ ക്ലിയർ ചെയ്തിട്ട് വേണം അവരിന്ന് പോകാൻ. ശരിയാണ്, അമ്മയുടെ ഇതൊക്കെയാണ്. അപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് ഈ പറയുന്ന കൗൺസിലറിനെതിരെ ലീഗൽ ആക്ഷനും ഈ പറയുന്ന താത്തയ്ക്കെതിരെയുള്ള ലീഗൽ ആക്ഷനും ഒക്കെ കാണിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം, അല്ലേ? അന്തങ്ങൾ നിങ്ങളങ്ങനെ വിചാരിച്ചിരുന്നു, പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. മനസ്സിലായില്ലേ? വന്നിട്ട് എന്താണ് ഞങ്ങൾക്കെതിരെ വിക്ടിം കാർഡ്, ഇത് വെളിയിൽ വിട്ടത് ഇന്ന ആളാണ്, അവർക്കെതിരെ വിക്ടിം കാർഡ്, എനിക്കെതിരെ വിക്ടിം കാർഡ്, പിന്നെ താത്ത കുറേ ഇതായി, പിന്നെ താത്തയുടെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഇതാണ് വരാൻ പോകുന്നത്. ആക്ച്വലി ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. സോ എനിക്ക് ഇത്രയൊക്കെ പറയുള്ളൂ. അപ്പം നിങ്ങൾ അന്തങ്ങൾ ഈ പണി ചെയ്യുക.
അവർക്കൊരു ഗ്രൂപ്പുണ്ട്, അതിനകത്തിട്ട് ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്താം. ബായ്.